Thank you, sir. Good morning. Am I audible? Yes. Good morning, ma'am. Okay, thank you. Good morning, madam. Good morning, good morning. Good morning. Good morning, ma'am. Good morning. Okay. This is another wonderful morning, right? എല്ലാ ദിവസവും വണ്ടർഫുൾ ആണ്. ഇന്നത്തെ ദിവസവും വളരെ മനോഹരമാണ്. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും അല്ലേ? Okay, ma'am. നമ്മള് ഇന്നലെ സംസാരിച്ച സെയിം ടോപ്പിക്കുമായിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കൾട്ടിവേറ്റിംഗ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഓക്കെ, ദെൻ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആയിരുന്നോ? എന്തെങ്കിലും ഡൗട്ട്സോ മനസ്സിലാവാത്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നവർക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ ആയിരുന്നു ഇന്നലത്തെ ക്ലാസ്? ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, പിന്നെ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് നല്ല ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ ഇരിക്കുമ്പോഴും പക്ഷെ നമുക്ക് ഒരാള് നമ്മളെ ഈ ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫലിക്കുവോ? ഈ നെഗറ്റീവായിട്ട് പറഞ്ഞ് അങ്ങനെ ആവട്ടെ. കർമ്മ എന്ന് പറഞ്ഞതൊന്ന്, കർമ്മ അതെ. ഡെഫിനറ്റ്ലി നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് നല്ല രീതിയിലാണ് മുന്നോട്ട് പോണേ. നമ്മൾ നല്ലതാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് നല്ലതായിട്ടേ വരും. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മള് ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് വിഷമം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു വരും എന്നുള്ളത് വിശ്വസിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ ചെയ്യുമ്പോ അത് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് വിടാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഒഴിവാക്കും. മാക്സിമം നമ്മുടെ ലൈഫിൽ നിന്ന് അത് മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ ക്രിയേറ്റ് ആയി വരും. ബാക്കി എല്ലാം
വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് കാര്യമാണെങ്കിലും ഇറ്റ്സ് ബിയോണ്ട്സ് ടു അള്ളാ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്രയാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കാതിരിക്കാൻ നമ്മള് മാക്സിമം ശ്രദ്ധിക്കാതിരിക്കുക. നമ്മളെ എന്ത് ചെയ്യുന്നു എന്നല്ല, നമ്മൾ തിരിച്ചെന്ത് കൊടുക്കുന്നു എന്നതാണ്. ഇങ്ങോട്ട് ചെയ്യുന്ന അതേ കാര്യം തന്നെ തിരിച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മനുഷ്യനല്ലേ. അതൊരു, അതെ, തിരിച്ച് അതേ രീതിയിൽ നമ്മൾ പ്രതികരിച്ചു കഴിയുക, അല്ലെങ്കിൽ അതേ രീതിയിൽ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളും തമ്മിലുള്ള പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ അതെ അത്ര ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ വാക്കുകളിൽ എപ്പോഴും സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുക, അസഭ്യത വാക്കുകൾ വരാതിരിക്കാൻ നോക്കുക. പലപ്പോഴും അറിയാതെ പോലും ചിലർക്ക് വന്നു പോകുന്ന ഒരു കാര്യമാണത്. നമ്മള് മനഃപൂർവ്വം പ്രതീക്ഷിച്ച് പറയുന്നതായിരിക്കില്ല, പക്ഷെ അറിയാണ്ട് നമ്മുടെ വാക്കുകളിൽ വരും. അതെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ട്രൈ ചെയ്താൽ നടക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും അതെ, ഒരുപാട് അതെ. ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മൾ കയറുകയാണ്. നമ്മുടെ ഉപബോധ മനസ്സിലോട്ട് നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ സഭ്യമായ വാക്കുകളെ ഉപയോഗിക്കുള്ളൂ, അസഭ്യമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കില്ല. അതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കില്ല, അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്റെ പ്രവൃത്തികൾ ഉണ്ടാവില്ല, അതിന് ഞാൻ മാക്സിമം ശ്രമിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി അതുപോലെ ആയി വരും. പിന്നെ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്ത് പോവേണ്ടുന്ന ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നണില്ല. ഇല്ല ഇല്ല അതെ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ദെൻ നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നതിനെ പറ്റി സംസാരിച്ചിരുന്നു. ഓക്കെ, നമുക്ക് വരുന്ന ഏത് തരം സെറ്റ് ബാക്സ് ആണെങ്കിലും തകർച്ചയാണെങ്കിലും അതിൽ നിന്നും ഒരു പോസിറ്റീവിനെ കണ്ടുകൊണ്ട്, അതല്ലെങ്കിൽ ഇതിൽ നിന്നും എനിക്ക് ഉയർന്നു വരാൻ സാധിക്കും, ഞാൻ ഇവിടെ തളർന്നു വീഴാനുള്ളതല്ല, എനിക്ക് ഫെയിലിയർ ആണെങ്കിൽ ഒരു ഫെയിലിയർ സംഭവിച്ചു, അതെനിക്ക് വിജയത്തിലേക്കുള്ള മുന്നോടിയാണ്, ഞാൻ ആ ഫെയിലിയറിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഞാൻ ഇനിയും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, ഞാൻ ഇനിയും എഫേർട്ടുകൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ വീണ്ടും മുന്നോട്ട് പോവുക. അവിടെ നമ്മൾ തളർന്നിരിക്കുക എന്നുള്ളതല്ല, ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് അവിടെ മാറ്റങ്ങൾ വരുത്താം. നമ്മളിപ്പോ ഒരു കരിയർ ബേസ്ഡ് ആണെങ്കിൽ നമ്മളോട് നമ്മുടെ സീനിയേഴ്സോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മളോട് പറയാണ്, ഈ രീതിയിൽ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അത് മാറ്റണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ വിഷമിച്ചിരിക്കാണ്ട് ഞാൻ ഏത് രീതിയിൽ മാറണം എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ സപ്പോർട്ട് തേടിക്കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേസമയം ഇതെല്ലാം നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ട് എന്നെ കൊണ്ട് ഇനി സാധിക്കില്ല, എനിക്കിനി വയ്യ, ഞാനാകെ തളർന്നു പോയി, ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സക്സസ്, സമാധാനം, സന്തോഷം എല്ലാം അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് വേണ്ടുന്ന ഏറ്റവും കൂടുതൽ വലിയൊരു കാര്യം സമാധാനവും സന്തോഷമാണ്. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം തനിയെ വരും. ഇത് നഷ്ടപ്പെട്ടു തുടങ്ങുന്നതോടുകൂടി ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് പോകുക ഉറക്കായിരിക്കും, ദെൻ ഈറ്റിംഗ് റുട്ടീൻ ആയിരിക്കും, അതിനുശേഷം പിന്നെ ഹെൽത്തും ബാക്കിയുള്ളതൊക്കെ തന്നെ പോയിക്കോളും. അതിന് പിന്നെ പോകാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഇത് പോകുന്നതോടുകൂടി ബാക്കിയുള്ളത് തന്നെ പോയി തുടങ്ങും. സോ അതുകൊണ്ട് നമ്മളിപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഫിക്സഡ് മൈൻഡ് സെറ്റിനെ കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി നമുക്ക് അതൊരു സക്സസിലോട്ട് എത്തുക തന്നെ ചെയ്യും. സക്സസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ പറ്റി സംസാരിച്ചു, ഫെയിലിയറിനെ പറ്റി സംസാരിച്ചു, ഇതിന് ഈ പറഞ്ഞ പോലെ വലിയ വലിയ മഹാന്മാരുടെ ഉദാഹരണങ്ങളൊന്നും വേണമെന്നില്ല. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. റിയൽ ലൈഫിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കൊളീഗ്സിന്റെ കയ്യിലോ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് വീട്ടിലുള്ളവരെ ഇതിലൊക്കെ നമുക്ക് ഇതിനുള്ള എക്സാമ്പിൾസ് കാണാൻ കഴിയും.
ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പല രീതിയിൽ കാണാൻ കഴിയും. ഇപ്പോ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലും ഇൻഫ്ലുവൻസേഴ്സിലും ഒക്കെ കുറച്ച് സജീവമായിട്ടുള്ള നൂർ ജലീല കണ്ടിട്ടുണ്ടോ? നൂർ ജലീല പറഞ്ഞ കുട്ടിനെ കണ്ടിട്ടുണ്ടോ? ആ കുട്ടിന്റെ ശരിക്കുള്ള ഒരു അവസ്ഥ എന്താന്ന് വെച്ചാല് 2 കൈകളില്ല, 2 കാലുമില്ല. പക്ഷെ നമുക്ക് ആ കുട്ടിന്റെ മുഖത്ത് മാത്രം ആ കുട്ടിന്റെ ആ ഒരു കൈയും കാലും നമ്മൾ കാണുന്നില്ല. ഇത്ര ഒരു പോഷൻ മുഖം മാത്രമേ നമ്മൾ കാണുള്ളൂ. നമ്മൾ ഒരിക്കലും നമുക്കത് മനസ്സിലാവില്ല, അങ്ങനെ ഒരു കുട്ടിയാണ് അതെന്ന് മനസ്സിലാവില്ല. ബിക്കോസ് അത്രമാത്രം കോൺഫിഡന്റ് ആണ്, അത്രമാത്രം കോൺഫിഡന്റ് ആണ് ആള്. അതുപോലെ തന്നെ എത്ര മനോഹരമായിട്ട് ചിരിക്കുന്ന ഒരു കുട്ടി. എനിക്ക് ആ കുട്ടിന്റെ ചിരി ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ ആൾ എടുക്കാറുണ്ട്. ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ നമുക്ക് അതാണ് ലൈഫിൽ അത്രയും ചലഞ്ചിങ്, എത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവും. ലൈഫിൽ എന്തൊക്കെ കേട്ടിട്ടുണ്ടാവും പല രീതിയിൽ. സ്കൂൾ ലൈഫ്, വീട്ടിലുള്ള നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമേനെയൊക്കെ പറ്റി പറയാറുണ്ട്. ആ കുട്ടിയൊക്കെ അനുഭവിച്ച ട്രോമ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളതായിരിക്കും. ഈ ഒരു കാരണത്തിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. പക്ഷെ സ്റ്റിൽ അതെല്ലാം പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സമാധാനത്തോടു കൂടി വിജയത്തിൽ വന്നു ആ കുട്ടി. വിദ്യാഭ്യാസം നേടി ഇൻഫ്ലുവൻസറായി മാറി എല്ലാവരും മുന്നിലും ഒരു ഇൻഫ്ലുവൻസറായിട്ട് മാറാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിന് ഒരുപാട് എഫേർട്ട് വേണം. അതെല്ലാം നേടിയെടുത്തു. അപ്പൊ അതുപോലെ നമ്മൾ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ആദ്യം പോവുക മഹാത്മാഗാന്ധി, APJ അബ്ദുൽ കലാം, ഈ രീതിയിലോട്ട് വലിയ വലിയ മഹാന്മാരുടെ അടുത്തോട്ട് പോകും. പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലൊക്കെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ കാണാൻ കഴിയും. ഇപ്പൊ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, ആള് ടീച്ചറാണ്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ, കുട്ടികളെ പഠിപ്പിക്കുന്ന, ഓട്ടിസം ഒക്കെ ബാധിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ആൾസോ ഒരു ട്രെയിനറാണ്. ആളുടെ ലൈഫില് ഫുൾ ടൈം ആള് ബിസിയാണ്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യില്ല ആള് ബിസിയാണെന്നുള്ള. ആൾവേസ് എന്നും ഒരു വ്യത്യസ്ത തരമായിട്ടുള്ള സ്റ്റാറ്റസുകൾ ഉണ്ടാവും. ആളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത സ്റ്റാറ്റസ് ആയിരിക്കും. അതിന് എന്നും നല്ല രസത്തിലുള്ള ഓരോ ഹെഡ്ലൈൻ ആൾ കൊടുത്തിട്ടുണ്ടാവും, ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ട് പോകുന്നുണ്ട്. ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. 2 കുട്ടികളുണ്ട്. ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ കുട്ടികളുടെ അതുപോലെയുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഓട്ടിസം മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ആള് എടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ലൈഫിൽ കംപ്ലീറ്റ്ലി ബിസി ആയി ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ നമ്മള് മാമിനോട് എപ്പോഴും പറയാറുള്ള കാര്യം, മാം നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്തവരാരും ഈ ലോകത്ത് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നില്ല എന്ന് നമ്മൾ അസൂയയോടെ അല്ലെങ്കിൽ പരാതിയോടെ കൂടെ പറയാറുണ്ട്. കാരണം എന്നും ആ മാമിന് കിട്ടുന്നത് ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള പടച്ചോന്റെ സ്വന്തം കുട്ടികൾ എന്നാ പറയാ. അവരുടെ ആ ഒരു ചിരിയും സന്തോഷവും സമാധാനവും അത് എന്നും മാമിന് കിട്ടുക. മാം എന്നും അവരെ പഠിപ്പിക്കുകയാണ്. അവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അവരോട് സ്നേഹത്തിലും വാത്സല്യത്തിലും പെരുമാറി അവർക്ക് അത്യാവശ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് കൊടുത്ത്, ഡാൻസ് പഠിപ്പിച്ചു കൊടുത്ത്, പാട്ട് പഠിപ്പിച്ചു കൊടുത്ത്, സ്പോർട്സിൽ ഇന്നോവേറ്റ് ചെയ്ത് ഈ രീതിയിലാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു ദിവസം വിടാതെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാം എന്ന് പറയുന്നത് വളരെ വലിയ ഉയർന്ന സ്ഥാനത്തിൽ കാണുന്ന കുട്ടികളുടെ എല്ലാം ആയിരിക്കും. ആ പ്രാർത്ഥന എന്നും കിട്ടുകയാണ്. അതുപോലെ നമ്മളൊരു പാരന്റ് എന്ന നില, ആസ് എ പാരന്റ് ഞാൻ പറയാം, നമ്മുടെ മക്കൾക്ക് കയ്യിലൊരു കാലിലൊരു ചെറിയൊരു മുറിവ് വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പൊ ഇതുപോലെയുള്ള മക്കളെ വളർത്തുന്ന മാതാപിതാക്കളുടെ ടെൻഷൻ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവര് ഈ മക്കള് ജനിച്ച തൊട്ടിട്ട് അവരെ ഓരോ ദിവസം കൊണ്ട് നടക്കുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആസ് എ പാരന്റ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഓരോ പാരന്റ്സിന്റെയും മനസ്സിലുള്ള സമാധാനമായിരിക്കും ഇതുപോലുള്ള ടീച്ചർമാര്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് ലൈഫിൽ എന്നും ഒരു പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ അപൂർവമായിട്ട് എല്ലാവർക്കും കിട്ടാത്ത ഒരു തരം പ്രാർത്ഥനയാണ്.
നമ്മളെപ്പോഴും പറയാറുണ്ട് മാമാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാളെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെ വളരെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മുടെ ഒപ്പമുള്ള ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് എക്സാമ്പിൾസ് കാണാൻ കഴിയും. UAE കേന്ദ്രീകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ ഉണ്ട്, ഹസീന നിഷാദ് എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹസീന നിഷാദ് ഫോളോ ചെയ്യുന്നുണ്ടോ? കണ്ണൂരിലുള്ള ഒരു ആളാണ്. യെസ്. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം ഷീസ് എ മദർ ഓഫ് 4, 4 കുട്ടികളുടെ ഉമ്മയാണ്. അവർക്ക് ആ ഒരു 4 കുട്ടികളെ വെച്ചിട്ട് അത്രയും വലിയൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ അവര് തുടങ്ങിയപ്പോ, അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിനെല്ലാം പോസിറ്റീവായി ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി കണ്ടുകൊണ്ട് ആളിന്നൊരു ബിസിനസ് ടൈക്കൂണായി മാറി. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എല്ലാ ഭാഗത്തുനിന്നും സപ്പോർട്ടൊന്നും ഒരിക്കലും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ അതിൽ എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് വർക്ക് ചെയ്ത് നമ്മൾ പാഷനേറ്റ് ആണെന്ന് നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഡെഫിനറ്റ്ലി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ പാഷനേറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹാർഡ് വർക്കിലൂടെയും നമ്മുടെ വർക്കിലൂടെയും നമ്മുടെ റിസൾട്ടിലൂടെയൊക്കെ നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത് വരെയുള്ളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കലോ അതല്ലെങ്കിൽ നീ എന്തിനത് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അതുവരെ വരുള്ളൂ. നമ്മുടെ വർക്ക് എത്രത്തോളം റിസൾട്ട് തരുന്നു, നമ്മൾ എത്രത്തോളം പാഷനേറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതുപോലെ അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഇത്രയും ബിസിനസ് ടൈക്കൂണായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഓരോരുത്തരുടെ ലൈഫിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് വരിക. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു രാത്രി എണീറ്റ് നേരം വെളുക്കുമ്പോൾ ആരും സക്സസ്ഫുൾ ആയി ഉയർന്ന വലിയൊരു നിലയിലോട്ടൊന്നും എത്താൻ പോകുന്നില്ല. അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടിന്റെയും വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും കരഞ്ഞിരുന്ന രാത്രികളുടെയും ഉറക്കമുളച്ച രാത്രികളുടെയും ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ആർക്കും അറിയില്ല, നമ്മൾ ആരെയും അറിയിക്കില്ല. നമ്മുടെ സക്സസ് ആയിരിക്കും എല്ലാവരും അറിയാൻ പോകുന്നുണ്ടാകുക. അതുപോലെ തന്നെ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ ചിലപ്പോൾ കുറെ പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ഫെയിലിയറിൽ നിന്ന് വീണ്ടും സക്സസിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ചരിത്ര നിമിഷമായിട്ടും മുഹൂർത്തമായിട്ടൊക്കെ എല്ലാവരും കാണും. അപ്പൊ നമുക്ക് കിട്ടുന്ന കയ്യടികളുടെ എണ്ണവും സ്ട്രോങ്ങും ഒക്കെ കുറച്ചും കൂടി കൂടുക ചെയ്യുക. നമ്മളൊരു ഫെയിലിയറിൽ നിന്നാണ് സക്സസിലോട്ട് എത്തുന്നത് എന്നുണ്ടെങ്കിൽ, എത്തുന്നത് ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ നമ്മൾ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്, നമ്മളെ അക്സെപ്റ്റ് ചെയ്യാന് ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും മഹാന്മാരുടെ കാര്യങ്ങൾ മാത്രം നോക്കാതെ റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ നമുക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്ത് തരം പ്രശ്നമാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല, ബിസിനസ് വേണമെന്നില്ല. നമ്മുടെ ലൈഫിൽ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൈക്കോളജി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്റെ സെക്കൻഡ് ഇയറിലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അബ്രോഡായിരുന്നു. എന്റെ 3 മാസത്തെ എന്റെ എഫേർട്ടാണ്, എന്റെ ഉറക്കമാണ്
ഞാനത് കംപ്ലീറ്റ് 8 സബ്ജക്ട് ഉണ്ടായിരുന്നു. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുത്തു. മുഴുവൻ എല്ലാം സെറ്റ് ചെയ്ത് ഫയൽ ചെയ്ത് മാറ്റി വെച്ചു. പക്ഷെ എനിക്കത് നാട്ടിലോട്ട് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും സാർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ചെയ്യാൻ പോകുന്നേ. ഞാൻ ചോദിച്ചു എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഇയർ ബാക്ക് വരില്ല, എനിക്ക് ജൂണിൽ സബ്മിറ്റ് ചെയ്യാനും എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഉണ്ട് പറഞ്ഞു. നമുക്ക് സെമസ്റ്റർ വൈസ് എക്സാം എഴുതാൻ പറ്റും. ജൂണിൽ എക്സാം എഴുതാൻ പറ്റുമോ? പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ജൂണിൽ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു പോകൂടെ, ജൂൺ സെഷന്റെ കൂടെ സബ്മിറ്റ് ചെയ്തുകൂടെ? ചെയ്യാം. പക്ഷെ സെയിം അസൈൻമെന്റ് പറ്റില്ല. പറഞ്ഞു കുഴപ്പമില്ല, എഴുതിയാൽ മതിയല്ലോ, അത് ഞാൻ എഴുതിക്കോളാം. ഞാൻ ജൂണിൽ ഇത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എനിക്ക് വീണ്ടും ഒരു വർഷം നഷ്ടപ്പെട്ടു പോവില്ലല്ലോ. ദെൻ വീണ്ടും തേർഡ് ഇയറിന്റെ എക്സാമിനോട് എനിക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. തേർഡ് ഇയറിന്റെ ഒരു ടൈം ആവുമ്പോൾ എനിക്ക് എക്സാം എഴുതുകയും ചെയ്യാം. ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ആ എഴുതിയ കംപ്ലീറ്റ് പേപ്പേഴ്സും മുഴുവനായി മാറ്റി വെച്ചുകൊണ്ട് പുതിയൊരു ബണ്ടിൽ A4 ഷീറ്റ് വാങ്ങിയിട്ട് ഞാൻ വീണ്ടും ഇരുന്ന് എഴുതാൻ തുടങ്ങി. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സബ്മിറ്റ് ചെയ്യേണ്ട സമയം ആവുന്നേ ഉള്ളൂ. അപ്പോഴും ഞാൻ പല സമയത്തും ആലോചിക്കും, 2-2.5 മാസത്തിലും അധികം ഇരുന്ന് എഴുതി തീർത്തതാണ്, അത്രയും എഫേർട്ട് എടുത്തതാണ്. വെറും ഒരു പേപ്പർ കഷ്ണങ്ങൾ മാത്രമായിട്ട് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആരോടും പറയാനും നിന്നില്ല. പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സിറ്റുവേഷൻ അതായിരുന്നു. നമുക്ക് അയക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ആ സമയത്ത് പെട്ടെന്ന് നാട്ടിലോട്ട് വരുന്നവരാരും ഉണ്ടായിരുന്നില്ല. എനിക്ക് വരാനും പറ്റിയില്ല. ഞാൻ വരണം എന്ന് കരുതി നിൽക്കുന്ന സമയമല്ല. അപ്പൊ നമുക്ക് എല്ലാം വേണമല്ലോ, എല്ലാം ഒരുപോലെ കൊണ്ടുപോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ വീണ്ടും എഴുതിക്കോളാം എന്ന് കരുതി ആ ഒരു രീതിയിൽ ചെയ്തിട്ട് ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങി. അതേസമയം വീണ്ടും വീണ്ടും ആലോചിച്ച് കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ഇരുത്തം കിട്ടും, വേറൊന്നും പറ്റില്ല. അവിടെ നമുക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. ആ ഒരു കരച്ചിൽ ബാക്കി കിട്ടും എന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്കിത് വന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും അല്ല, എന്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഓരോ ദിവസം മുന്നോട്ട് പോവുമല്ലേ, അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുമല്ലോ. ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് എനിക്ക് കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ടാകുക. ആൻഡ് ആൾസോ ഈ പറഞ്ഞ പോലെ സൈക്കോളജി എന്നുള്ള ഒരു ഫീൽഡും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മുമ്പത്തേക്കാൾ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയി എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ കഴിഞ്ഞൊരു സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ഞാൻ പറയാറുണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളത്. അതെനിക്ക് കറക്റ്റ് ആയിട്ട് എന്റെ ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഒന്നും കൂടി ടോപ്പിക്കിലോട്ട് വരാം. നമ്മൾ പോസിറ്റീവ് ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും പറ്റി സംസാരിച്ചു. ദെൻ ഈ ഫിക്സഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കരിയർ സക്സസിനെ, അതേപോലെ റിലേഷൻഷിപ്പ്, അതായത് പേഴ്സണൽ റിലേഷൻഷിപ്പിലും കരിയർ റിലേഷൻഷിപ്പിലും എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യം. ദെൻ നമ്മുടെ മെന്റൽ റെസിലിയൻസിനെ ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് മാത്രമല്ല, നമുക്ക് നമ്മുടെ കരിയർ വേണം, ആൻഡ് കരിയർ റിലേഷൻഷിപ്പ് വേണം, പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം, മെന്റൽ സപ്പോർട്ടും മെന്റൽ റെസിലിയൻസും ഒക്കെ നമ്മുടെ കൂടെ വേണം. ആൾവേസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ മെന്റൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എപ്പോഴും കണക്റ്റഡ് ആണ്. മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവുള്ളൂ. മെന്റൽ ഹെൽത്ത് നഷ്ടപ്പെട്ടിരിക്കും തോറും അവരുടെ ഫിസിക്കൽ ഹെൽത്ത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് ഫിസിക്കൽ ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി അവർക്ക് ഉണ്ടായിരിക്കും. മെന്റൽ ഹെൽത്ത് നന്നായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക്
ഫിസിക്കൽ ഹെൽത്തിൽ എന്തെങ്കിലും നമുക്ക് രോഗങ്ങളോ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി വളരെ കൂടുതലായിരിക്കും. അതേസമയം മെന്റൽ ഹെൽത്ത് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അതൊന്നും ഓവർകം ചെയ്യാൻ കഴിയില്ല. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് മെന്റൽ റെസിലിയൻസിനെയും കരിയർ സപ്പോർട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെയും ഒക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. കരിയർ സക്സസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഡാപ്റ്റബിലിറ്റിയെ ഒരുപാട് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ദ അഡാപ്റ്റബിലിറ്റി. ദെൻ അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും. ആക്റ്റീവ് ലേണിംഗ്, ആക്റ്റീവ് ലിസണിങ് ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എപ്പോഴും വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു കാര്യം. എത്രത്തോളം നമ്മള് ലൈഫില് ഓരോ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഓക്കെയാണ് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, അങ്ങനെയല്ല. ലൈഫ് ലോങ് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടായിരിക്കും. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. സോ ദാറ്റ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൾവേസ് ബി യുവർ സ്റ്റുഡന്റ്. നമ്മൾ ഏത് തരം പ്രൊഫഷനിലോട്ട് എത്തിയാലും നമ്മളെപ്പോഴും സ്റ്റുഡൻസ് ആയിരിക്കണം, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എത്ര വലിയ പ്രൊഫഷണൽ ആയി മാറിക്കഴിഞ്ഞാലും നമുക്ക് പഠിക്കാനുണ്ടാവും. ഇനിയിപ്പോ ഒരു ആസ് എ ട്രെയിനർ, ഞാനൊരു ട്രെയിനർ ആയതിനു ശേഷം അല്ലെങ്കിൽ ട്രെയിനർ ആണ്, സോ ദെൻ എനിക്ക് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കിങ്ങനെ ക്ലാസ്സുകൾ എടുത്താൽ മതി, അങ്ങനെയല്ല. എനിക്ക് ക്ലാസ്സുകൾ എടുക്കണമെങ്കിൽ എനിക്ക് കണ്ടന്റ് വേണം, അതിനുവേണ്ടി ഞാൻ പഠിക്കണം. ഞാൻ പഠിക്കാതെ നിങ്ങളോട് വന്ന് സംസാരിച്ചൊരു കാര്യമല്ല. ഞാൻ അതിനെ പറ്റി പഠിക്കണം. ആൾസോ അതിന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കെങ്കിലും വേണം. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കെങ്കിലും വേണം. കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആരും അത്ര പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂല. ഇനി നമുക്ക് തോന്നുകയാണ് അയാൾ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ നമ്മുടെ തോന്നൽ മാത്രമാണ്. അത് നമുക്ക് ഇവിടുന്ന് നമ്മളെ തോന്നിപ്പിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്, അത്രേ ഉള്ളൂ. ഒരാൾക്കും കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് വേണം, നമ്മുടെ ഭാഗം ഓക്കെ ആക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പഠിച്ചുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊരു ട്രെയിനറാണ്, എനിക്ക് എന്ത് വേണം, എനിക്ക് കണ്ടന്റ് വേണം, ഞാൻ അതിനെപ്പറ്റി പഠിക്കണം. ഞാൻ വെറുതെ ഒരു കണ്ടന്റ് എടുത്തതുകൊണ്ട് കാര്യമില്ല, ഞാൻ അതിനെപ്പറ്റി പഠിക്കണം. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ ഈ ഒരു സിലബസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്റെ പഠനത്തില്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ആൾസോ ഈ പറഞ്ഞ പോലെ എന്റെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇമോഷൻസ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. എല്ലാതരം ഇമോഷൻസും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അവരുടെ ഉള്ളിൽ ദേഷ്യപ്പെടുന്ന ഒരാളുണ്ടായിരിക്കും. അതിന് പല റീസൺ ഉണ്ടായിരിക്കും. ഞാൻ അന്ന് മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയെ പറ്റി. നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അഗ്രഷനിലോട്ട് പോകും. മനഃപൂർവ്വം അഗ്രഷൻ അല്ല, പക്ഷെ അങ്ങനെ ഒരാൾ വന്നിട്ട് നീ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരും ദേഷ്യപ്പെടുന്ന ഒരാൾ തന്നെയാണ്. സോ ദെൻ ദേഷ്യപ്പെടാൻ കാരണങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിങ് നമുക്ക് നമ്മുടെ കരിയറിൽ വേണം. പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഫെയിലിയറിലും നമ്മളത് ഓക്കെ, ദിസ് ഈസ് മൈ ഫെയിലിയർ, ദെൻ ഞാൻ വാട്ട് വിൽ ഐ ഡു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ സ്വയം സെൽഫ് ടോക്ക് ചെയ്യും, നമ്മൾ സ്വയം ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ആളുകളുടെ എക്സ്റ്റേണൽ സപ്പോർട്ട് നമ്മൾ തേടും. അവരിൽ നിന്ന് കിട്ടുന്ന നല്ല ഫീഡ്ബാക്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇനി മോശം ഫീഡ്ബാക്സ് ആണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. മോശം ഫീഡ്ബാക്സ് ആണെങ്കിൽ നമ്മൾ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി നോക്കും. ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ ചെയ്യുക. അതേസമയം ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് ഫീഡ്ബാക്ക് പറയുന്നതേ ഇഷ്ടമുണ്ടായിരിക്കില്ല. അതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ഫെയിലിയർ ആണെങ്കിൽ കംപ്ലീറ്റ്ലി അവർ ഡ്രോബാക്ക് ആയി അവർ നിന്നു.
ഫെയിലിയർ ആണ് എന്നുള്ളത് അവരുടെ കഴിവില്ലായ്മയെ പുറത്ത് കാണിക്കുന്നതിന് എത്രത്തോളം അവര് വിചാരിക്കും. ഫെയിലിയർ എന്ന് പറയുന്നത് സ്റ്റെപ്സ് ടു സക്സസ് എന്നാണ്. അതൊന്നും മനസ്സിലോട്ട് കയറാണ്ട് അവരുടെ കഴിവില്ലായ്മയായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, ഫെയിലിയർ ആണെങ്കിൽ പോകും. അതൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കരിയറിൽ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ ഫെയിലിയറിൽ നിന്നെല്ലാം നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് മാറ്റാനുള്ള എല്ലാ വഴിയും നമ്മൾ നോക്കും. നമ്മൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യും, നമ്മൾ വീണ്ടും വർക്ക് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും, ആക്റ്റീവായിട്ട് ലേൺ ചെയ്യും. പഠിക്കും തോറും കൂടെ ചെയ്യുള്ളൂ, അത് കുറയില്ല. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും, കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വരികളുണ്ട്, വായിച്ചാൽ വളരും വായിച്ചിട്ടില്ലെങ്കിൽ വളയുമെന്ന്. കുട്ടികളോട് വായിക്കാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്ക് അതാണ്, വായിച്ചാൽ വളരും വായിച്ചിട്ടില്ലെങ്കിൽ വളയും എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും വായന, വായിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇംപ്രൂവ് ചെയ്യുള്ളൂ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ഇതെല്ലാം ഒരു പോസിറ്റീവായിട്ട് അവരുടെ ലൈഫിൽ അത് മുന്നോട്ട് വരിക തന്നെ ചെയ്യുള്ളൂ. നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും നമ്മുടെ ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്ത് നമ്മൾ ആലോചിക്കും, ഓക്കെ അവർക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി, സോ അതെനിക്കും വന്നുകൂടായികയില്ല, അതുകൊണ്ട് ഞാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ ചിന്തിക്കും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ഈ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടും സെറ്റ് ബാക്സ് വരില്ല എന്നല്ല, തകർച്ച വരില്ല എന്നുള്ളതല്ല, എന്നാലും വന്നുകൂടായികയില്ല. പക്ഷെ ആ വന്നതിലൊന്നും തളർന്നിരിക്കില്ല എന്നുള്ളതാണ്. അതിൽ നിന്നും വേറൊരു പാഠം അവർക്ക് എന്തെങ്കിലും പഠിക്കാണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ശ്രദ്ധയില്ലായ്മ കുറവോ കാരണമാണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കി then അത് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ കരിയർ ഇംപ്രൂവ് ആയി വരും. ചിലർക്ക് ഹാൻഡ് റൈറ്റിംഗ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഈ ഹാൻഡ് റൈറ്റിംഗ് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ എക്സാംസിന് അത് ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ തന്നെ എന്ത് ചെയ്യും, അവർ മനസ്സിലാക്കും തന്നെ എന്റെ ഹാൻഡ് റൈറ്റിങ്ങിനാണ് പ്രശ്നം, ഞാനത് ഇംപ്രൂവ് ചെയ്യണം. അവരത് ഇരുന്ന് വർക്ക് ചെയ്ത് എഴുതി 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 ഇംപ്രൂവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കും. അതേസമയം ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഞാൻ എഴുതിയാൽ ശരിയാവില്ല, എന്റെ കൈയക്ഷരം ശരിയല്ല, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ല, സോ ഞാൻ എഴുതിയാൽ ശരിയാവില്ല, നിങ്ങൾ ആരെങ്കിലും എഴുതായിരിക്കും നല്ലത്, വേഗം മാറി നിൽക്കും. ചലഞ്ചസ് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവില്ല. ആ ഒരു സമയത്തോളം ചലഞ്ചസ്, വലിയ വലിയ ടാസ്കുകൾ ഏറ്റെടുക്കാൻ പേടിയായിരിക്കും. കാരണം ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, ഞാൻ വലിയ വലിയ ടാസ്കുകളാണ് ഏറ്റെടുക്കണം, ഞാൻ തോറ്റു പോവോ, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ലല്ലോ എന്നൊക്കെ ഉള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക. സെയിം ടൈം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ദിസ് ഈസ് എ ചാലഞ്ച്, ഐ നോ, ബട്ട് ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഇത് ചലഞ്ച് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. എനിക്ക് അതിന് കിട്ടാനുള്ള മാക്സിമം ഇൻഫോർമേഷൻസ് ഞാൻ കളക്ട് ചെയ്യും. എനിക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് അതിനു വേണ്ടി ആരുടെതെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് നോക്കും. ഈ ഒരു രീതിയിൽ ഏത് തരം ചലഞ്ച് ആണെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും. അങ്ങനെ നമ്മൾ ചലഞ്ചസ് ഏറ്റെടുക്കും തോറുമേ മാത്രമേ നമുക്ക് ലൈഫിലും സക്സസിലോട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഫെയിലിയറിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ചലഞ്ചസ് നമ്മൾ എപ്പോഴും ഏറ്റെടുക്കണം. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന കാര്യം അത് നമ്മൾ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യണം, ചെയ്യാൻ ശ്രമിക്കണം. ചെയ്യാൻ ശ്രമിക്കും തോറും നമ്മൾ അതിൽ വിജയിച്ചു വരും. സോ ദെൻ അതാണ് നമ്മള് കരിയർ സക്സസിൽ നമുക്ക് നമ്മുടെ ലേണിങ്, പ്രോബ്ലം സോൾവിങ്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. കാരണം ആ പ്രോബ്ലം എന്തുകൊണ്ട് വന്നു എന്നുള്ളതായിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം. ഫസ്റ്റത്തെ ചോദ്യം എന്തുകൊണ്ട് വന്നു. സോ ദെൻ ഇനി വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ അത് മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം. ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കും. ആ ഒരു പ്രോബ്ലം വന്നതിൽ നമ്മൾ തളർന്നിരിക്കില്ല. ആൾസോ അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രോബ്ലം വന്നു, എനിക്കത് സോൾവ് ചെയ്യണം, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം. അപ്പൊ നമ്മൾ മറ്റൊരാളുടെ സപ്പോർട്ടോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യും. നമുക്ക് കരിയർ ബേസ്ഡ് വരുന്ന കുറെ പ്രോബ്ലംസ് നമുക്ക് അവിടെ സോൾവ് ആയി മാറും. നമ്മുടെ കുറെ ബ്ലോക്കുകൾ അവിടെ മാറിക്കിട്ടും. കരിയർ സക്സസിലോട്ട് തന്നെ മുന്നോട്ട് പോകും. ദെൻ റിലേഷൻഷിപ്സിനെ സംബന്ധിച്ചിടത്തോളം കരിയർ റിലേഷൻഷിപ്പും ഉണ്ട്,
പേഴ്സണൽ റിലേഷൻഷിപ്പും ഉണ്ട്. നമ്മുടെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പും പേഴ്സണൽ റിലേഷൻഷിപ്പും ഉണ്ട്. പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഫീഡ്ബാക്ക് വന്നു. നമുക്കൊരു ഫീഡ്ബാക്ക് വന്നത് ഒരു മോശം ഫീഡ്ബാക്ക് ആണ്. നമ്മൾ ത്രെറ്റനിങ് ചെയ്യാണ് എന്ന് നമുക്ക് തോന്നുന്നതിന് പകരം ഓക്കെ ഇതിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റാം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് നമ്മൾ തിരിച്ചു ചോദിക്കും. നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്റെ ഡ്രോബാക്സ് എന്നുള്ളത് പറഞ്ഞു തരാൻ സാധിക്കുമോ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുന്ന നമ്മളോട്, നമുക്ക് തരുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് തരുന്ന ആളോട് പ്രോപ്പറായിട്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തും. നമ്മൾ ആ ഒരാളവിടെ കട്ട് ചെയ്ത് പോവാണ്ട് ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്ന ആളാണ്, സോ ദെൻ ഞാൻ ഇനി ആളോട് മിണ്ടാനേ പോകുന്നില്ല, സംസാരിക്കാനേ പോകുന്നില്ല, ആൾക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യായിരിക്കും. അതിനു പകരം അവരുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കി ഓക്കെ ദെൻ ഞാൻ എന്ത് ചെയ്യാ, ഞാൻ അതിനുള്ള അത് ഓക്കെ ആക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാം എന്നുള്ള രീതിയിലോട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കരിയർ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ബിൽഡപ്പ് ചെയ്യാനും സ്ട്രോങ് ആക്കാനും സാധിക്കും. ഇനി നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും പേഴ്സണൽ റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് സംബന്ധിച്ചിടത്തോളം പറയാണ്ടാവുക. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യമാണ് എമ്പതി ഇല്ല എന്നുള്ളത്. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എമ്പതി ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് കാണാനേ സാധിക്കുന്നില്ല ആരിലും എമ്പതി. അപ്പൊ ആദ്യം പറയും ന്യൂ ജനറേഷൻ അല്ലേ എന്നുള്ളത് ഒറ്റ തള്ളിവിടല. ന്യൂ ജനറേഷൻ അല്ലേ, അവരങ്ങനെ ആയിരിക്കും. സോ അതിന് ഈ ന്യൂ ജനറേഷനെ ആരെയാ ഉണ്ടാക്കുന്നേ? 2K കിഡ്സിനെ പറയുന്നു, ജെൻ ആൽഫ ജെൻസി കുട്ടികളെ പറയുന്നു. ഈ ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് 90s-ലും 80s-ലും ഒക്കെ ഉള്ള പാരന്റിങ് നടത്തുന്ന ആളുകളാണ്. ജെൻസി കുട്ടികളല്ല ജെൻസി ജനറേഷനെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുന്നത്. ജെൻ ആൽഫ ജനറേഷനെ പഠിപ്പിക്കുന്നതോ ട്രെയിൻ ചെയ്യുന്നതോ അവരുടെ ആ സെയിം പാറ്റേണിലുള്ള ആളുകളല്ല. 90s-ലും 80s-ലും എന്ന് പറഞ്ഞ് നമ്മൾ പറയും 90s-ലെ കുട്ടികളാണ് ഏറ്റവും ബെസ്റ്റ്, 80s-ലുള്ള ആളുകളാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ 70s-ലുള്ള ആളുകളാണ് ബെസ്റ്റ്, അന്നത്തെ ആളുകൾ എത്ര നല്ല മനുഷ്യന്മാരായിരുന്നു പറയും. ഇതേ മനുഷ്യന്മാര് വളർത്തി വലുതാക്കിയ കുട്ടികൾ തന്നെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. സോ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ലാക്ക് ഓഫ് എമ്പതി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവർക്ക് എമ്പതി ഇല്ലാതെ വളർന്നു വന്നു എന്നുള്ളതാണ്. നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ള കാര്യം അവർക്ക് അറിയാനേ പോകുന്നില്ല. ആ രീതിയിൽ അവര് വളർന്നു വന്നു. ആൾസോ സൊസൈറ്റൽ ഫാക്ടർ ഇൻഫ്ലുവൻസ് ആണ്. ഒരിക്കലും പാരന്റിങ് മാത്രമല്ല അല്ലെങ്കിൽ ട്രെയിനിങ് മാത്രമല്ല അവരെ ഇങ്ങനെ ആക്കി എടുത്തത്. പക്ഷെ അതെല്ലാം ഒരു കണക്റ്റഡ് ആണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ് പരസ്പരം എല്ലാതും കണക്റ്റഡ് ആണ്. സൊസൈറ്റൽ ഫാക്ടറും അതുപോലെ ബിഹേവിയറും എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പോകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം കുട്ടികൾ ഇങ്ങനെ ആവുന്നു എന്ന് പറയാൻ പറ്റില്ല. മയക്കുമരുന്നും അതിന്റെ ഒരു ഫാക്ടറാണ്. അത് മുമ്പ് മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു മുമ്പും. പെട്ടെന്ന് ഈ ഒരു ജെൻസിയിലും ജെൻ ആൽഫയിലും വന്നതല്ല മയക്കുമരുന്ന്. ഇതെല്ലാം മുമ്പും ഉപയോഗിച്ചിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഫാക്ടറാണ്. ഇതെല്ലാം ഇതിന്റെ ഒരു ഫാക്ടറാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. ലാക്ക് ഓഫ് എമ്പതി, ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നിന്റെ ഉപയോഗം, പാരന്റിങ്ങും ട്രെയിനിങ്ങും എല്ലാം അതിന്റെ ഫാക്ടറാണ്. കുട്ടികളെ മുഴുവനായിട്ട് തള്ളിക്കളയുന്നതിന് പകരം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ സ്വയം ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അപ്പൊ then മാറേണ്ടത് കുട്ടികളായിരിക്കില്ല, നമ്മളായിരിക്കും മാറേണ്ടുന്നുണ്ടാവുക. ആ കുട്ടികളെല്ലാം മാറിയിട്ട് നമ്മൾ മാറണം. എന്നിട്ട് നമ്മൾ അവരെ മാറ്റണം. നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരും മാറും. നമ്മുടെ ചില രീതികൾ ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളിൽ മാറ്റം വരും. ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റിന്റെ മറ്റൊരു എക്സാമ്പിള്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും പറയും ജെൻ ആൽഫയും ജെൻസിയും കുട്ടികൾ വളരെ മോശമാണ്, അവരോട് അടുത്തോട്ട് പോവാൻ തന്നെ പേടിക്കണം. ഒരിക്കലും അല്ല. അവരെന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത് ആദ്യം നോക്കണം. അപ്പൊ ഇതൊരു മറ്റൊരു എക്സാമ്പിൾ ആണ്. ദെൻ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും.
നമ്മളെ മറ്റേ കരിയർ സക്സസിൽ പറഞ്ഞ അതേപോലെ തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആയി, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, പ്രോബ്ലം സോൾവിങ്, വലിയ വലിയ പ്രോബ്ലംസും കാര്യങ്ങളും ലൈഫിൽ നേരിടുന്ന പ്രോബ്ലംസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ, കുറെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുള്ള ഏറ്റുമുട്ടൽ 2 തരമാണെങ്കിലും അതെല്ലാം കുറെ കുറഞ്ഞു കിട്ടും. നമുക്ക് എമ്പതി ഉണ്ടാവും, ലാക്ക് ഓഫ് എമ്പതി എന്നുള്ള കാര്യം മാറിക്കിട്ടും, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കാണ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ആ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്കേ ആദ്യം എടുത്ത് മാറ്റണം. അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. എപ്പോഴും പറയുന്ന കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. എത്ര സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, എത്ര നേരം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, എത്ര ദിവസം അഡ്ജസ്റ്റ് ചെയ്യും? ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അവർ ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ചെയ്യാതെ പോവില്ല, മാക്സിമം അവരോട് പറ്റുന്നത്ര അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും അവർക്ക് കൊടുക്കുക. അതേസമയം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്ട്രെസ് ഉണ്ടാവില്ല, നമുക്കൊരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരില്ല, റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും, ബെറ്റർ ആയി മാറും. സോ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ എമ്പതിയും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരുമ്പോൾ, ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രീതിയിൽ, ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ ദേഷ്യപ്പെടുന്ന എന്നുണ്ടെങ്കിൽ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ പറയുമ്പോൾ ഓക്കെ, ആളെന്നോട് ദേഷ്യപ്പെടുന്നു, എനിക്കിത് പറ്റില്ല എന്നുള്ള ആ ഒരൊറ്റ വാക്കിൽ അവിടെ നിൽക്കും. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, എനിക്കത് പറ്റില്ല നിൽക്കും. എന്തുകൊണ്ട് ഈ ഒരു സ്വഭാവം വന്നു, എന്തുകൊണ്ട് അവർ ദേഷ്യപ്പെടുന്നു, എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു എന്നുള്ളത് നമ്മൾ ചോദിക്കാനും പോകുന്നില്ല, നമ്മൾ മിണ്ടാനും പോകുന്നില്ല. തന്നെ അത് മാറാൻ പോകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സ്. നമ്മളത് പ്രോബ്ലം സോൾവ് ചെയ്യാനേ പോകുന്നില്ല, എന്താണ് ആ കാര്യം ചോദിക്കാനേ പോകുന്നില്ല, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമുക്ക് പറ്റില്ലേ then അപ്പൊ തന്നെ കട്ട് ഡൗൺ ചെയ്തിട്ട് ടൈ ചെയ്ത് നമ്മൾ ആ ഒരു ടൈ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പോവുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ശരിയാവുന്ന കാര്യം ഉണ്ടാവുള്ളൂ. വളരെ ചെറിയ 2 പേര് ഇരുന്ന് സംസാരിച്ച് തീരേണ്ടുന്ന കാര്യം മനസ്സിലിട്ട് പെരുപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ടുണ്ടാവും ഒന്നാമത്തെ കാര്യം. അടുത്ത കാര്യം എന്തായിരിക്കും വരിക, അത് പിന്നെ പെരുപ്പിച്ച് പ്രഷർ കുക്കർ മാറി പൊട്ടിത്തെറിക്കും. പിന്നെ ചുറ്റുള്ളവരും കാണുന്നത് ഈ പൊട്ടിത്തെറിയാ കാണുന്നേ ഉള്ളൂ. അപ്പൊ അവരും അതൊരു വലിയ പ്രശ്നമായിട്ട് മാറ്റും. തന്നെ ഇതെല്ലാം കൂടി അവസാനം ഇങ്ങോട്ട് എത്തിച്ചേരുക, ഒന്നില്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ എല്ലാവരും പരസ്പരം സംസാരിച്ച് ശരിയാക്കി മുന്നോട്ട് പോകാൻ പറയും. അപ്പൊ പിന്നെ എന്തായി, ഏച്ചു കൂട്ടിയ മോശിരിക്കുന്ന പറയുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല, ജീവിക്കുന്നുണ്ടാവും. ഇത്രയൊന്നും ആവശ്യമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും ഒരുമിച്ചിരുന്ന് എന്താണ് പ്രശ്നങ്ങൾ എന്ന് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി സംസാരിച്ച് തീർക്കാവുന്ന കാര്യമേ ഉണ്ടാവുള്ളൂ. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുണ്ടായാൽ മതി, ഇത് നടക്കും. എല്ലാവർക്കും വേണമെന്നില്ല, എല്ലാവരുടെ ലൈഫിലും ഇത് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിനെപ്പറ്റി ധാരണയുള്ള അവയർനെസ് ഉള്ള ആളുകൾ അതിലോട്ട് മാറും. അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ മാറും. നമ്മൾ സെൽഫ് അവയർനെസ്സിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇതിനെ പറ്റിയുള്ള അവയർനെസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് എത്തും. അപ്പൊ അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ എന്തായി, 2 പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ എന്ത് തന്നെ പ്രോബ്ലം വന്നാലും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ച് അത് ഓക്കെ ആക്കാൻ നോക്കും. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവർ സ്വയം അതിനുള്ള ആൻസർ സെൽഫ് ടോക്ക് ചെയ്ത് കണ്ടുപിടിച്ച് അവർ നിരീക്ഷിച്ച് നോക്കും, എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി, ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കും. then അവരോട് സംസാരിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് വെച്ചാൽ സംസാരിച്ച് തന്നെ സോൾവ് ചെയ്യും. എല്ലാത്തിനും ഒരു റീസണിങ് ഉണ്ടായിരിക്കും, ഒരു റീസണും ഇല്ലാണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ആ റീസൺ എന്താന്നുള്ളത് നോക്കും. then വാട്ട് ഈസ് ദ സൊല്യൂഷൻ, എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നോക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആയി വരിക ചെയ്യാം. പിന്നെ വർഷം കഴിയുന്തോറും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കാരണം തന്നെ ഓരോ വർഷം കൂടുന്തോറും നമ്മൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനും സംസാരവും ഒക്കെ കാരണം തന്നെ വർഷം കൂടുന്തോറും അതിന്റെ ഒരു സ്ട്രോങ് കൂടി വരിക ചെയ്യാം, ബിൽഡപ്പ് ചെയ്ത് വരിക ചെയ്യാം, കുറഞ്ഞു വരില്ല. അതും ഒന്നും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും.
അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ആവശ്യം പിന്നെ അവിടെ വരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും? ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, അതല്ലേ ലൈഫ് എന്നുള്ളത്. അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല പോകണ്ടേ, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. ഒരാൾ അങ്ങോട്ട് മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് ഒരു കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ മനസ്സിലാക്കണം. അതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് മാരേജ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാത്രമൊന്നുമല്ല, പാരന്റ്സ് ആണെങ്കിലും സിബ്ലിങ്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഇൻലോസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാത്തിനും ഒരു റീസണിങ് ഉണ്ടായിരിക്കും. ഏത് തരം പ്രോബ്ലം ആണെങ്കിലും അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ എന്താണെന്ന് നോക്കുക, സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്യാൻ നോക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. മാക്സിമം കോൺഫ്ലിക്റ്റ് അവിടെ ഒഴിവായി കിട്ടും. പിന്നെ ഇതിന്റെയൊക്കെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ഇല്ലാന്നല്ല. ഇതിന്റെയൊക്കെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അങ്ങനത്തെ ഒരു എക്സെപ്ഷണൽ കേസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ മൂവ് ഓൺ ചെയ്യണം. എല്ലാം മനസ്സിലാക്കി പോവാന്ന് പറഞ്ഞാലും എല്ലാതും അത്ര ഓക്കെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പല കുട്ടികളിലും സംഭവിക്കുന്ന കാര്യമാണ് ഈ ഒരു പറഞ്ഞ പോലെ എക്സെപ്ഷണൽ കേസസിൽ അവര് അഡ്ജസ്റ്റ്മെന്റിന്റെ വാക്കൊക്കെ കേട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി അതിങ്ങനെ കേട്ട് കേട്ട് അങ്ങനെ പോവും. തന്നെ അവരെ കൊണ്ട് എത്ര നാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അവരെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി അവരെ പറ്റില്ല എന്ന് കാണുമ്പോൾ then it will tends to suicide. എത്ര കുട്ടികളാ സൂയിസൈഡ് ചെയ്ത് പോകുന്നത്? നമുക്ക് എന്നും ഇതാ കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ നമ്മളെ കൊണ്ട് ശ്രമിച്ചു നോക്കാം. ഇതേ ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ എക്സെപ്ഷണൽ കേസിലും നമ്മൾ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടുന്ന് മൂവ് ഓൺ ചെയ്യും. അവിടെ വരുന്ന ഏത് തരം ചലഞ്ചസ് ആണെങ്കിലും ഒരു ലൈഫിൽ നിന്ന് റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരാളെയും കൊണ്ട് സാധിക്കില്ല. അവിടെ ഒരുപാട് ചലഞ്ചസ് വരും. പക്ഷെ ഈ ചലഞ്ചസ് എല്ലാം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് ഇങ്ങനെ പറ്റില്ല എന്നുള്ള കാര്യം അവർ സ്വയം മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്യുന്നുള്ളതാണ്. അതിന് പറ്റാത്തവർക്കാണ് ഈ ഒരു രീതിയിൽ തളർന്നു പോയി സൂയിസൈഡിലോട്ടും ഡിപ്രഷനിലോട്ട് കടക്കും. ഡിപ്രഷൻ പിന്നെ സൂയിസൈഡിലോട്ട് എത്തും. കാരണം ഡിപ്രഷൻ, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഞാൻ കുറച്ചു നേരം ടെൻഷൻ ആയിരിക്കുമ്പോ തന്നെ പറയും ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന്. ഐ ആം ടെൻസ്ഡ്, അത്ര മതി. ഞാൻ ടെൻസ്ഡ് ആണ് ഇപ്പോ, അത്ര പറഞ്ഞാൽ മതി. ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ വലിയ വാക്കാ. ഇന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ഡിപ്രഷൻ എന്നുള്ളതും OCD എന്നുള്ളതും. എനിക്ക് OCD ആണ്. OCD എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വൃത്തിയുള്ള ഒരാളാന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഭയങ്കര വൃത്തിയുള്ള ഒരാളാന്ന് പറയാനാണ് ഈ OCD ഉപയോഗിക്കുന്നത്. എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറയാനാണ് ഡിപ്രഷൻ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഒരാൾക്കും ലൈഫിൽ വരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമുക്കും ഉണ്ടാകരുത്, ആരുടെ ലൈഫിലും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ് ഈ OCDയും ഡിപ്രഷനും ഒക്കെ. ഈ OCD ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കാനൊക്കെ. പക്ഷെ അതിനേക്കാൾ അവിടെ ബുദ്ധിമുട്ടുന്നത് അവർ സ്വയമായിരിക്കും. അതുപോലെ തന്നെയാണ്, കാരണം എല്ലാത്തിനും അവർക്ക് ഡൗട്ടാണ്, പേടിയാണ്, ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. ആൻസൈറ്റിയും ഫിയറും ഒക്കെ ഈ OCDയിൽ വരുന്നുണ്ട്. അവർക്ക് പ്രോപ്പർ ആയിട്ടൊന്ന് സമാധാനത്തോടു കൂടി ഇരിക്കാൻ അവർക്ക് സാധിക്കില്ല ഒരു കാര്യത്തിലും. എപ്പോഴും കമ്പൾസീവായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ OCD എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്, ഡിപ്രഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ ഡിപ്രഷനിലോട്ടൊക്കെ വന്നെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ പെട്ടെന്ന് ഡിപ്രഷനിലോട്ട് എത്തില്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റോട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിപ്രഷനിലോട്ട് നമ്മൾ എത്തില്ല. നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കും. നമ്മളെ കൂടെ ഒറ്റയ്ക്ക് സാധിച്ചോളണമെന്നൊന്നുമില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ സപ്പോർട്ട് വേണ്ടി വരും. അത് ഡെഫിനറ്റ്ലി നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. അതുപോലെ അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇതെല്ലാം വരുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് എമ്പതി ഉണ്ടായിരിക്കും. കരുണ, ദയം, വാത്സല്യ, ഇതൊക്കെ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അതെല്ലാം വേണമല്ലോ. വാശിയും ദേഷ്യവും വൈരാഗ്യവും വിട്ടിട്ട് കരുണയും ദയവും വാത്സല്യവും ആണല്ലോ വേണ്ടത്. അതന്നെയാണല്ലോ എപ്പോഴും അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന കാര്യം. അപ്പൊ അതെപ്പോഴും ഉണ്ടായിരിക്കും. ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി പോകുമ്പോൾ നമ്മുടെ
ഈ പറഞ്ഞ പോലെ നമ്മുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആകും, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആകും, നമുക്ക് എന്തുവരും ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി പോകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആകും, റിലേഷൻഷിപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആകും. അതുപോലെ തന്നെ ഈ കോൺഫ്ലിക്റ്റ് മാക്സിമം കുറഞ്ഞു കിട്ടും. എമ്പതി, ലൈഫിൽ എമ്പതി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കാര്യം വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ തുടങ്ങും. ഈസി ത്രൂ ആകും. വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന രീതിയിൽ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആവുന്നതോടുകൂടി മറ്റുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. നമ്മുടെ പാരന്റിങ് കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറും. ദെൻ അത് ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാത്തൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തും. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ പല രീതിയിലും നമ്മളും കൊടുക്കുന്നുണ്ടാവും. ടോക്സിക് പാരന്റ് അല്ല നമ്മൾ എന്ന് പറയാൻ ഉറപ്പ് പറയാൻ പറ്റുമോ? പല രീതിയിലും നമ്മളും ചില സമയങ്ങളിൽ ടോക്സിക് പാരന്റിങ് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന നമുക്ക് സമാധാനവും സന്തോഷവും ഫ്രസ്ട്രേഷൻ ഇല്ലാത്തൊരു ജീവിതവും ഒക്കെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടോക്സിസിറ്റി കുറയും, അഗ്രഷൻ കുറയും. ഇതെല്ലാം കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് എല്ലാം നല്ലതാകും. ഒരു രീതിയിലല്ല, എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. എല്ലാതരം റിലേഷൻഷിപ്പും ബെറ്റർ ആകും, എല്ലാം നല്ലതാകും. അവിടെ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവായിട്ടൊരു കാര്യമായിരിക്കും. അടുത്ത കാര്യം മെന്റൽ റെസിലിയൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു എല്ലാം പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം സന്തോഷം കുറച്ച് കൂടുതൽ കിട്ടും. എല്ലാവരും പറയുന്ന കാര്യം സമാധാനം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. സമാധാനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് കാലങ്ങളായി എന്ന് പറയും. ഡെഫിനറ്റ്ലി നമുക്ക് ടെൻഷൻ ഉണ്ടാകും, പ്രോബ്ലംസ് ഉണ്ടാവും, ഉണ്ടാവില്ല എന്നല്ല. എല്ലാ മനുഷ്യനും അവരുടേതായ എല്ലാതരം പ്രോബ്ലംസ് ഉണ്ടാകും. അതിനെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണോ, എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതില്ല കാര്യം. പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് മാറ്റി പിടിക്കാനൊന്നും പറ്റില്ല. ഓരോ ദിവസം പലതരം പ്രശ്നങ്ങൾ, ചലഞ്ചസ് ഉണ്ടാവും. ഈ ചലഞ്ചസിനെ നമ്മൾ ഫേസ് ചെയ്യണം. അതിനെ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ളത്, ആ ഒരു ചലഞ്ചസ് ഒക്കെ മാറ്റി നമ്മൾ എത്രത്തോളം സെറ്റ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെന്റൽ റെസിലിയൻസിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ് എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് നമുക്ക് സ്ട്രെസ് വന്നു എന്ന് നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യും. എന്തുകൊണ്ട് നമുക്ക് സ്ട്രെസ് വന്നു? ഓക്കെ, ദെൻ വാട്ട്സ് നെക്സ്റ്റ്? ഈ സ്ട്രെസ് മാറാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഏതൊരു അറ്റ്മോസ്ഫിയറിലോട്ടാണ് അത് മാറേണ്ടത്? ഞാൻ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സ്ട്രെസ് കുറച്ചും കൂടി കുറയും. ഇത് നമുക്കുണ്ടാവുന്ന സ്ട്രെസ് എന്താന്ന് നമുക്കേ തിരിച്ചറിയുള്ളൂ. മറ്റൊരാൾക്ക് തിരിച്ചറിയും, പക്ഷെ അതിന്റെ കുറച്ചും കൂടി വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തുമ്പോഴേ മറ്റൊരാളെ തിരിച്ചറിയുള്ളൂ. പക്ഷെ നമുക്ക് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. സെൽഫ് അവയർനെസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഈസിയാണത്. നമുക്ക് സ്ട്രെസ് തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നമുക്ക് സ്ട്രെസ് ആയി അല്ലേ? സെൽഫ് അവയർഡ് ആയിട്ടുള്ള ഒരാൾക്ക് സ്ട്രെസ് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നമുക്ക് സ്ട്രെസ് ഉണ്ട്, ഓക്കെ, സ്ട്രെസ് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു, നമുക്കത് മാനേജ് ചെയ്യണം. അതിനുള്ള സൊല്യൂഷൻ എന്താണ്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? സെൽഫ് ടോക്ക് ചെയ്യും. ദെൻ ഡെഫിനറ്റ്ലി വി വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. വെറുതെ ഇരിക്കുകയല്ല, അവിടെ തളർന്നു പോകുകയല്ല, സ്റ്റെപ്പ് ബാക്ക് ചെയ്യല്ല. നമ്മുടെ ഡ്രോബാക്സ് ആണോ അതിന് റീസൺ? ഓക്കെ. ദെൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണോ? ദെൻ ഓക്കെ, അത് സോൾവ് ചെയ്യുക. നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടാണോ? ഓക്കെ, ദെൻ അത് സോൾവ് ചെയ്യുക. നമ്മുടെ കരിയർ ബേസ്ഡ്, നമ്മുടെ കരിയറുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നമ്മുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ? ദെൻ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം? ഇങ്ങനെ സ്വയം സെൽഫ് ടോക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്തായി? നമ്മുടെ സ്ട്രെസ് കുറഞ്ഞു വരും. അല്ലെങ്കിൽ സ്ട്രെസ് കുറക്കാനുള്ള മാർഗം എന്താണെന്നെങ്കിലും നമുക്ക് മനസ്സിലാവും. അതിന് നമ്മൾ ശ്രമിക്കുകയെങ്കിലും ചെയ്യും. ഡെഫിനറ്റ്ലി ഇത് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാം എപ്പോഴും സാധിച്ചോളുന്നില്ല. എക്സ്റ്റേണൽ സപ്പോർട്ട് തേടാം. അപ്പൊ അത് കുറച്ചും കൂടി ഈസിയാണ്. എക്സ്റ്റേണൽ സപ്പോർട്ട് തേടുക, വിദഗ്ധമായ സപ്പോർട്ടുകൾ തേടുക എന്നുള്ളതൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. മുമ്പത്തേക്കാൾ കുറച്ചും കൂടി ഇതെല്ലാം ടെക്നോളജി വളരെ വളർന്ന് വലുതായ ഒരു സമയമാണ്. കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇമോഷണൽ ബാലൻസ്
ഇതെല്ലാം സംഭവിക്കുന്നതോടുകൂടി നമുക്ക് ഈ സാജിദ സമീർ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ചെറിയൊരു സൗണ്ടിന്റെ പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, then ഇതെല്ലാം സംഭവിക്കുന്നതോടുകൂടി നമുക്ക് എന്തായി? ഇമോഷണൽ ബാലൻസ് വന്നു. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ വലുതായ ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇമോഷണൽ ബാലൻസ് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സക്സസ് ഉണ്ടായി. പെട്ടെന്ന് നമ്മൾ വിജയം, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമുക്ക് സക്സസ് ഉണ്ടായത്. പക്ഷെ ആ ഒരു സക്സസിനെ എത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു സക്സസിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഒരു സക്സസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം. ഒരുപാട് സന്തോഷിക്കാനും പാടില്ല, ഒരുപാട് ദുഃഖിക്കാനും പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. സക്സസ് ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ട് വേണം. നമുക്ക് എല്ലാത്തിനും ഒരു സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകണം, ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷണൽ ബാലൻസ് അവിടെ വന്നു. നമുക്ക് വിഷമം വന്നാലും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും എല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയും. ഈ ഒരു ബാലൻസിങ്ങിലൂടെ പോവാൻ സാധിക്കും. അപ്പോഴും ഈ കോൺഫ്ലിക്റ്റ്, വലിയ വലിയ പ്രശ്നങ്ങളും ഒക്കെ അവിടുന്ന് കുറഞ്ഞു കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കരിയറിൽ സക്സസ് ആകും, റിലേഷൻഷിപ്പിൽ സക്സസ് ആകും, മെന്റൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ആകും. മെന്റൽ സ്ട്രെങ്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഇംപ്രൂവ് ആയി വരും. ദെൻ നമുക്ക് സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്, നമ്മള് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണോ? നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കിയിട്ടുണ്ടോ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണോ ഞാൻ എന്ന്? ചോദിച്ചു നോക്കിയിട്ടുണ്ട്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണോ? പറയൊന്നും വേണ്ട, ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണോ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ എന്ന് സ്വയം ചോദിച്ചു നോക്കാം. ഓക്കെ, എനിക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ്, എനിക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്, ഇങ്ങനെയൊന്നും പറയണ്ട. നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക. അത് ചില കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എല്ലാം എല്ലാവരോടും പറയാതിരിക്കാവും നല്ലത്. ചില കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മളെ മാത്രം ബോധിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണോ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കുക. ദെൻ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ മുന്നോട്ട് പോകുക, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ നോക്കുക. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ എങ്ങനെ അത് മാറ്റിയെടുക്കാം, നമ്മൾ സെറ്റ് ബാക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, തിരിച്ചടികൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്. യെസ്, അപ്പൊ അങ്ങനെ നമുക്ക് ഏകദേശം ടോപ്പിക് തീരാനായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന്റെ ഇടയിൽ ഇന്ററാക്ഷൻസും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ ദെൻ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ചലഞ്ചസിനെ ഏറ്റെടുക്കും. മാക്സിമം നമ്മൾ ചലഞ്ചസിനെ ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകും. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, ചലഞ്ചസിനെ മാക്സിമം ഏറ്റെടുക്കുക, പോസിറ്റീവായിട്ട് കാണുക. ഫെയിലിയർ എന്നുള്ളതല്ല അടിസ്ഥാനം, സക്സസ് ആണ് അടിസ്ഥാനം. സോ ദെൻ നമ്മൾ മാക്സിമം ചലഞ്ചസ്, നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ചലഞ്ചസ് നമ്മൾ ഏറ്റെടുക്കുക. തോൽക്കും എന്ന് പേടിച്ചുകൊണ്ട് ചലഞ്ചസ് ഏറ്റെടുക്കാതിരിക്കരുത്. നമ്മുടെ ഫെയിലിയേഴ്സിനെ റീഫ്രെയിം ചെയ്യുക. എന്തുകൊണ്ട് സംഭവിച്ചു, ഞാൻ മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടുന്നത്, എനിക്ക് എങ്ങനെ ഇത് മാറ്റാൻ സാധിക്കും, ഞാൻ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുക. എക്സ്റ്റേണൽ സപ്പോർട്ട് തേടുന്ന കാര്യങ്ങളാണെങ്കിൽ തേടുക തന്നെ ചെയ്യണം. ചില സമയങ്ങളിൽ നമുക്ക് അവിടെ ബ്ലോക്ക് വരും, നമ്മുടെ ട്രോമയും കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്ത് വരും. ട്രോമയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ട്രോമ ഉണ്ടായിരിക്കും, ട്രോമ ട്രിഗർ ചെയ്ത് വരും. നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും, ടെൻഷൻ വരും. ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യുക. തെറാപ്പി വേണ്ടടുത്താണെങ്കിൽ തെറാപ്പി തേടുക. അതാണ് ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ സപ്പോർട്ട് വേണമെന്നുള്ളത്. പലതരം തെറാപ്പികൾ അവൈലബിൾ ആണല്ലോ. ഏത് തരം തെറാപ്പി വേണമെന്ന് തിരഞ്ഞെടുക്കാനും അത് നോക്കി എക്സ്റ്റേണൽ സപ്പോർട്ട് കൂടി അത് കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഫെയിലിയറിനെ റീഫ്രെയിം ചെയ്യുക. അതായത് നമ്മുടെ പ്രോബ്ലംസ് അവിടെ സോൾവ് ആയി വരും, ഡെഫിനറ്റ്ലി സോൾവ് ആയി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവിങ് നടക്കും, സ്ട്രെസ് മാനേജ്മെന്റ് നടക്കും, റിലേഷൻഷിപ്പ് ബെറ്റർ ആകും, മെന്റൽ ഹെൽത്ത് ബെറ്റർ ആകും, കരിയറിൽ സക്സസ് ആകും. വലിയൊരു സ്ട്രെസ്സും കാര്യങ്ങളും ടെൻഷനും ഒന്നും ബാധിക്കാണ്ട് നമുക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അറ്റ്ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത്, ഇന്ന് നമ്മൾ രാവിലെ എണീറ്റില്ലേ, നമ്മൾ രാവിലെ എണീറ്റു,
നമുക്ക് ജീവനുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ണ് തുറന്ന് ശ്വസിക്കാനും ജീവിക്കാനും സാധിക്കുന്നുണ്ട്. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. രാവിലെ എഴുന്നേൽക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സോ ദെൻ ഓരോ ദിവസവും നമ്മൾ കണ്ണ് തുറക്കുന്നത് നമ്മുടെ ഭാഗ്യത്തിലോട്ടാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ്. ഇന്ന് നമുക്ക് ജീവനുണ്ട്. രാവിലെ എഴുന്നേറ്റ് എത്ര വലിയ തകർച്ചയിലോട്ട് പോയാലും നമുക്ക് ജീവനുണ്ടല്ലോ. നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ. അതിലും വലുതൊന്നുമില്ല. സോ ഡെഫിനറ്റ്ലി നമ്മൾ പറയും സേ അൽഹംദുലില്ലാ, നമുക്ക് എന്താണ്, ജീവനുണ്ടല്ലോ. മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നും ഒരുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകില്ല. ഡെഫിനറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റും. ഓരോ ഉയർച്ചയ്ക്കും താഴ്ചയും ഉണ്ട്, ഓരോ താഴ്ചയ്ക്കും ഉയർച്ചയും ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ വലിയ ടെൻഷൻ ഒന്നും വരില്ല. അതുപോലെ തന്നെ ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നടക്കില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും, നമ്മൾ മാറ്റിയെടുക്കുക തന്നെ ചെയ്യും. എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെടുക്കും. ഓക്കെ, ദെൻ നമ്മുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റിനും പറ്റി കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചെറിയൊരു ഇന്ററാക്ഷൻസും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, മഹാന്മാരുടെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഡെയിലി ലൈഫിൽ, റിയൽ ലൈഫിൽ നടക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടുള്ളൂ. കാരണം അത് നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാവും, മറന്നു പോവില്ല. കുറെ തിയറി ഒക്കെ പഠിക്കുന്നതിനെക്കാട്ടിലും എക്സാമ്പിൾസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആകുക. തിയറി പഠിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ മറന്നു പോകും. ഇതായിരിക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്ററാക്ഷൻ Q&A പോലെ കൊടുക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് ഇന്ന് കംപ്ലീറ്റ് ആവണം. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് സെഷനിൽ വരെ മറ്റൊരു ടോപ്പിക്കുമായിട്ടായിരിക്കും. സോ ഈ ഒരു ടോപ്പിക്കുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ്, അതല്ലാത്ത ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. മാഡം, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ എനിക്ക് ചോദിക്കാൻ ഒരു സംശയം ഞാൻ ഇടയിൽ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. മാഡത്തിന്റെ ഫ്ലോ കൊണ്ടാന്ന് വിചാരിച്ചു ചോദിക്കാൻ. എങ്ങനെയാണ് അപ്പൊ നമ്മൾ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക? കാരണം വെച്ചാൽ നമ്മളൊരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ച് ചെയ്യുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ നിന്നൊരു ഡൗൺ വരും, പിന്നെ അത് ഫ്ലോ പോവുകയും ചെയ്യല്ലോ. അപ്പൊ അതെങ്ങനെ കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഒരു ചോദ്യം. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിലുള്ളൊരു കാര്യം തന്നെയാണ്. എന്നും എപ്പോഴും ഒരുപോലെ മുന്നോട്ട് പോവില്ല. മനുഷ്യനാണ്, ഇമോഷൻസ് ഉണ്ടാവും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. സെറ്റ് ബാക്സ് ഉണ്ടാവും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് സെറ്റ് ബാക്സ് വരും, നമുക്ക് തകർച്ച വരും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. ഓരോ ഫെയിലിയറും നമുക്കുള്ള അക്സെപ്റ്റൻസ് ആണ് ഫസ്റ്റ്. സെൽഫ് അവയർനെസ് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓരോ ഫെയിലിയറും നമുക്കുള്ള ഒരു തുടർച്ചയാണ്, അല്ലെങ്കിൽ നമുക്കുള്ള ഉയർച്ചയിലൊക്കെ പാതയാണെന്ന് മനസ്സിലാക്കുക. ഓരോ ഫെയിലിയറിൽ നിന്നും പഠിക്കാനുള്ള പാഠങ്ങൾ പഠിക്കുക. നമുക്ക് അതിന് കുറച്ചും കൂടി അഫർമേഷൻസും വിഷ്വലൈസേഷൻ ചെയ്യുന്നതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അഫർമേഷൻസ് വിഷ്വലൈസ് ചെയ്യുക, അഫർമേഷൻസ് ചെയ്യുക, കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എപ്പോഴും ഈ പറഞ്ഞ പോലെ രാവിലെ എണീക്കുന്നുണ്ടല്ലോ, ജീവനുണ്ടല്ലോ. ഇതിലും വലിയ മോട്ടിവേഷൻ വേറെ ഒന്നുമില്ല. അതാണ് നമ്മുടെ എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള മോട്ടിവേഷൻ. അത് കയ്യിലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആയി വരും. ഓക്കെ, എന്റെ രണ്ടാമത്തെ ചോദ്യം എനിക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അപ്പൊ എങ്ങനെയാ ഇതിനെ മാഡം സമീപിക്കണം എന്നുള്ളത് പറഞ്ഞത്? ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് കോഴ്സാണ്? ഓക്കെ, ഞാൻ ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ലേണിംഗ് ആണ്. ഞാനിപ്പോ 3rd ഇയർ ആയിട്ടുണ്ട്. എനിക്കും സൈക്കോളജിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്. അത് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോ UG കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഡെഫിനറ്റ്ലി BSc അല്ലെ MScയിലോട്ട് കടക്കാനാണ് എന്റെ പ്ലാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാഡത്തിന്റെ അടുത്ത് നിന്ന് കുറേ പഠിക്കാനുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഞാനും ഇതുപോലെ ഭയങ്കര ടെൻഷനിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നുപോയി എനിക്ക്. ഞാനൊരു PMGP ലോണിക്ക് അപേക്ഷിച്ചിരുന്നു. ലോണ് റെഡിയായി, എനിക്ക് ക്ലാസ് കിട്ടാൻ നേരത്ത് അത് റിജക്റ്റ് ആയിപ്പോയി അവരുടെ കയ്യിൽ നിന്ന്. അത് ഭയങ്കര ഒരു തിരിച്ചടി ആയിപ്പോയി എനിക്ക്.
അപ്പൊ ഞാൻ എന്തെടുത്തെന്നറിയാവോ? ഭയങ്കര ടെൻഷൻ വരാൻ തുടങ്ങി. എനിക്ക് ഈ ടെൻഷൻ വന്നാലും കൂടി എന്നെ സമാധാനിപ്പിക്കാൻ ആരുമില്ല. ഭർത്താവില്ല, 2 പെൺമക്കളാണ്. അവർക്ക് കൂടുതൽ ഞാൻ എന്റെ ടെൻഷൻ അറിയിക്കലില്ല. അപ്പൊ ഞാൻ എന്തെടുത്ത്, ആ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് കുറേ പച്ചക്കറി വിത്തുകള് സംഘടിപ്പിച്ചിട്ട് അതില് പണിയെടുക്കാൻ തുടങ്ങി. രാവിലെ ഞാന് മെഡിറ്റേഷൻ പങ്കെടുക്കും, അഫർമേഷൻ ചെയ്യും, വിശ്ലേഷണം ചെയ്യും. രാവിലെ എണീച്ച് കണ്ണ് തുറക്കുമ്പോ തന്നെ പടച്ചവനക്ക് നന്ദി പറഞ്ഞിക്കാണ്ടാണ് എണീക്കുക. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതില് തോറ്റാൽ ഇനി ഒരു കാര്യത്തിലെങ്കിലും എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പച്ചക്കറി കൃഷി തുടങ്ങി. അപ്പൊ ആ വിത്തുകളൊക്കെ ഞാൻ വിചാരിച്ച പോലെ എന്നും അവരോട് പോയി സംസാരിക്കുക, എൻ്റെ സങ്കടം പറയും, എൻ്റെ സന്തോഷം പങ്കിടും ഒക്കെ ഈ മനുഷ്യന്മാരുടെ അടുത്ത് ചെയ്യുന്ന പോലെ ഞാൻ ഈ പച്ചക്കറി തൈകളുടെ അടുത്ത് വിത്തുകൾ മുളച്ച് വന്നപ്പോൾ വിത്തുകളുടെ അടുത്തും തൈകളുടെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സ് സമാധാനത്തിൽ എത്താൻ തുടങ്ങി. അപ്പൊ ഇവര് വളർന്നു വരുന്ന അനുസരിച്ച് എനിക്ക് സന്തോഷമായി. കാരണം എന്താന്ന് വെച്ചാല് എന്റെ ടെൻഷനിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മൾ അതിലോട്ട് പക്ഷെ എനിക്ക് അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമുക്ക് വിജയം ടൈം കിട്ടി. അപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ആ ഓക്കെ, ആയിക്കോട്ടെ. ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മോട്ടിവേഷൻ ഇതെല്ലാമാണ്. നമ്മുടെ മോട്ടിവേറ്റർ നമ്മളായിരിക്കണം. നമ്മളാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അവിടെ മറ്റുള്ള ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല, വിഷമങ്ങളൊക്കെ കുറഞ്ഞു വരും. വിഷമങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, വിഷമങ്ങൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ അതെങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള കാര്യമാണ്, നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അതിനുപരി പ്രോബ്ലംസ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോണ്ട് മറ്റേ കാര്യം ഞാൻ പ്രവർത്തിച്ചോണ്ടിരുന്നപ്പോ ഇപ്പൊ എല്ലാം നോർമലായി മാഡം. അൽഹംദുലില്ലാ, പടച്ചവനോട് ഞാൻ നന്ദി പറയുന്നു. അതെ, അൽഹംദുലില്ലാ. എല്ലാം അതാണ് അവസ്ഥ. അതിന്റെ ഏറ്റവും ഇതെന്ന് പറയുന്നതാണ്, രാവിലെ എണീക്കുന്നു അൽഹംദുലില്ലാ ജീവനുണ്ട്, രാത്രി ഉറങ്ങാൻ പറ്റുന്നു അൽഹംദുലില്ലാ ജീവനുണ്ട്. ബാക്കിയെല്ലാം പോസിറ്റീവായിട്ട് വന്നുകൊള്ളും എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. മാം താങ്ക് യു. മാമിനെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്തെങ്കിലും ഉണ്ടോ, തരാൻ പറ്റുമോ? ഓക്കെ, ഇൻസ്പയർസ് ഡെഫിനറ്റ്ലി പറ്റും. ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്പർ ഷെയർ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ശരി. ഓക്കെ.